ഇന്ന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് ഒരു സ്പെഷ്യൽ ക്രാഫ്റ്റാണ്. സ്പെഷ്യൽ എന്ന് ഇടയ്ക്കൊക്കെ പറയാറുണ്ടെങ്കിലും ഇന്ന് ഒത്തിരി സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് മോളുടെ പിറന്നാളാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ള ക്രാഫ്റ്റ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ഈ സാധനം കയ്യിൽ കിട്ടിയപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കത് ഉപയോഗമില്ല അത്രേ, കാക ചളിയൊക്കെ ആയി. തലയിലിടുന്ന ഒരു ഹെയർ ബാൻഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിതാ കഴുകി എടുത്തിട്ട് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കളറും ആ ഒരു സോഫ്റ്റ്നെസ്സും കണ്ടപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ പിന്നെ കളയാൻ തോന്നിയില്ല, അങ്ങനെ അത് എടുത്തു വെച്ചതാണ്. ഇതിൽ പഞ്ഞി കുത്തി കയറ്റിയിട്ട് ഒരു ചെറിയ പുഴുവിനുണ്ടാക്കിയെടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു. പിന്നെയാണ് ആ സംഭവമൊക്കെ ആകെ മാറി മറിഞ്ഞത്. ഇതിൽ പോകാനുള്ള ആൾക്കാരെ കഥ കളഞ്ഞെടുത്തിട്ടുണ്ട്. പകുതി നൂലും എന്തൊക്കെയോ തൊങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അതാ പറിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു തുണിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് മാത്രം ഞാനൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സിബ് കയ്യിൽ കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ കത്തിയത് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഈ സിബ് എടുത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ മാത്രം നമ്മളൊന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അന്നൊരു ബാഗ് തയ്ച്ചപ്പോഴാണ് കേട്ടോ ഈ ഒരു കോൺഫിഡൻസ് കിട്ടിയത്. അപ്പോൾ ഞാനിതാ ഈ പൗച്ചിൻ്റെ മുകളിൽ സിബും കൂടി അറ്റാച്ച് ചെയ്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൗച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പിങ്ക് കളറുമാണ്. പിന്നെ ഇതുപോലെ കുറേ നൂലുകളൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ തട്ടിക്കുടഞ്ഞെടുത്തപ്പോൾ നല്ല ഉഗ്രനായിട്ടുള്ളൊരു പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവരുടെ തലയിലുള്ള ഹെയർ ബാൻഡ് കൊണ്ട് ഇതുപോലെ ഒരു പൗച്ച് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരാൾക്ക് സമ്മാനിക്കാൻ പോവാണ് കേട്ടോ. എന്താണെന്നല്ലേ, ഇന്ന് മോളുടെ പിറന്നാളാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവൾക്ക് ഞാൻ ഗിഫ്റ്റൊന്നും കൊടുക്കുന്ന വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ട് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു കീ ചെയിനും കൂടി ഇതിൻ്റെ മുകളിൽ തൂക്കി കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ മനസ്സിലും കൂടി പതിഞ്ഞിട്ടുള്ള ആ എസ്തെറ്റിക് ക്യൂട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമല്ലേ, അത് ഏതാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇനി നമുക്കതൊരു ഗിഫ്റ്റ് പേപ്പറിൽ ഒന്ന് റാപ്പ് ചെയ്തെടുക്കണം, അത്രേ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൽ ഹോൾഡ് ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ഗോൾഡൻ പേപ്പറാണ് കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ ആ ഗോൾഡൻ പേപ്പർ കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിറന്നാൾ ആശംസകൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സർപ്രൈസ് ഗിഫ്റ്റ് ഇഷ്ടമാവും വിചാരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ബൈ.